dear students, welcome back to my YouTube channel Real Nurse Stories Jishma. അപ്പം ഇന്ന് BSc നഴ്സിംഗ് ആൻഡ് അതർ പാരാമെഡിക്കൽ കോഴ്സസ് എന്നിവ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഓൾറെഡി LBSനെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പുതിയൊരു അവസരം കൂടി പറയുകയാണ്. ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CPAS എന്ന സെൻറ്ററിലൂടെയാണ് നിങ്ങളിനി അപ്ലൈ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. CPAS എന്നത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. കേരള ഗവൺമെൻറ് രൂപീകരിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമായ CPASൻ്റെ കീഴിലൂടെ വിവിധ നഴ്സിംഗ് പാരാമെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷനുകളാണ് CPAS വെബ്സൈറ്റ് മുഖേന നടത്തുന്നത്. ഇതിനൊരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഒന്നുമില്ല. +2ൻ്റെ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അലോട്ട്മെൻറ്റ് നൽകുന്നത്. CPAS വഴി BSc നഴ്സിംഗ്, BSc ഫിസിയോതെറാപ്പി, BMLT, BPharm, BSc മെഡിക്കൽ മൈക്രോബയോളജി എന്നീ കോഴ്സുകളിലേക്കാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷിന് 50% മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ കേരളൈറ്റ് ആയിരിക്കണം നിർബന്ധമുണ്ട്. നോൺ കേരളൈറ്റ്സിന് ഈ CPASലൂടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് SSLC സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ഷീറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, പിന്നെ NRI സംബന്ധമായ രേഖകൾ. ഇത് ഓരോ വിഭാഗത്തിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓൾറെഡി LBSൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം അതുതന്നെയാണ് ഇവിടെയും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ചെയ്യുന്നത്. CPASൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർക്കാർ റിസർവേഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ CPASൽ ചില അധിക റിസർവേഷനും കൂടെ ലഭ്യമാണ്. അതായത് റെസിഡൻസ് റിസർവേഷൻ എന്ന് പറഞ്ഞ് 10% റിസർവേഷൻ ഉണ്ട്. കോളേജിൻ്റെ നിശ്ചിത പ്രദേശപരിധിക്കുള്ളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10% വരെ റെസിഡൻസ് റിസർവേഷൻ ലഭിക്കും എന്നുള്ളത് ഇതിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഈ റിസർവേഷൻ ലഭിക്കുന്നത് പുതുപ്പള്ളി, നെടുങ്കണ്ടം, മണിമല, പാല എന്നീ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന CPAS ക്യാമ്പസുകളിലാണ്. NRI റിസർവേഷൻ 5% ലഭിക്കുന്നതാണ്. NRI റിസർവേഷൻ ലഭിക്കാൻ നിങ്ങൾ അതിന് ആപ്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. BSc നഴ്സിംഗിന് വേണ്ടി CPASന് 9 കോളേജുകളാണുള്ളത്. BSc MLTക്ക് 4 കോളേജുകളും, BSc ഫിസിയോതെറാപ്പി 2 കോളേജുകളും, BPharmന് 2 കോളേജുകൾ, BSc മെഡിക്കൽ മൈക്രോബയോളജിക്ക് 1 കോളേജ് എന്നിവയാണുള്ളത്. ഈ കോളേജ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിനഗർ, അങ്കമാലി, മണിമലക്കുന്ന്, നെടുങ്കണ്ടം, കാഞ്ഞിരപ്പള്ളി, പാല, പത്തനംതിട്ട, പുതുപ്പള്ളി, കൊട്ടാരക്കര, സീതത്തോട് എന്നീ പ്രദേശങ്ങളിലായിട്ടാണ്. CPAS കോളേജുകളിൽ 50% സീറ്റ് LBS ത്രൂ ആണ് അഡ്മിഷൻ എടുക്കുന്നത്. 50% CPAS ഡയറക്റ്റ് CPASൻ്റെ അലോട്ട്മെൻറ്റ് സിസ്റ്റത്തിലൂടെ ഇങ്ങനെയുമാണ് എടുക്കുന്നത്. പിന്നെ CPASൻ്റെ വെബ്സൈറ്റ് www.cpas.ac.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓൾറെഡി അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. CPASൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അടിയിലൊരു ന്യൂ അപ്ലിക്കൻ്റ് ക്രിയേറ്റ് അഡ്മിഷൻ അക്കൗണ്ട് ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡും മെയിൽ IDയും നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അത് വെച്ചിട്ടാണ് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യുന്നത്. CPASലൂടെ ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് വീണ്ടും LBSൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. അത് കുഴപ്പമില്ല. CPASൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്, LBSലും അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ CPASൽ തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ജനറൽ കാറ്റഗറിക്ക് 800 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. SC/ST കാറ്റഗറിക്ക് 400 രൂപയാണ് വരുന്നത്. NRI കാറ്റഗറിക്ക് 800 പ്ലസ് അഡിഷൻ ഒരു 2500 റുപ്പീസും കൂടെ വരും. CPASൻ്റെ പ്രത്യേകത ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലായിരിക്കും നിങ്ങൾക്ക് CPASലൂടെ അഡ്മിഷൻ ലഭിച്ചാൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക. അതായത് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൂടെയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. പക്ഷേ
പക്ഷേ ഫീസിൻ്റെ കാര്യം വരുമ്പോഴേക്കും ഗവൺമെൻറ് കോളേജുകളിലെ പോലെ ഫീസ് സ്ട്രക്ചറിൽ വലിയ കുറവൊന്നുമില്ല. നഴ്സിങ്ങിന് പക്ഷേ ഇവിടെ ഡൊണേഷനൊന്നുമില്ല. നഴ്സിങ്ങിന് 1,13,000 ആ രീതിയിലാണ് ജനറൽ കാറ്റഗറിക്ക് ഫസ്റ്റ് ഇയർ വരുന്നത്. സെക്കൻഡ് ഇയർ തൊട്ട് 1,02,000 റുപ്പീസാണ് വരുന്നത്. SC ST OEC എന്നീ കാറ്റഗറിക്ക് ഫസ്റ്റ് ഇയറിൽ 11,000 രൂപ അടച്ചാൽ പിന്നെ അവർക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ NRI കോട്ടയിൽ 1,25,000 അറൗണ്ട് ആ രീതിയിലാണ് ഫീസ് സ്ട്രക്ചർ വരിക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.